ഹലോ ഗൈസ്, ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ കൂടെയൊക്കെ കുറേ കറങ്ങി. ഒരു 9 മണിയായി. വിശക്കുകയും ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. അവിടുന്ന് എന്തൊക്കെയോ കഴിച്ച് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പം വെള്ളം കുടിക്കാനായിട്ടാണ് ഞങ്ങൾ വരുന്നത്. വന്നപ്പോൾ അവിടെ ഒരു കടയുടെ മുമ്പിൽ കുറേ ആളുകൾ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴേ സർബത്ത്, ഭാസ്കരേട്ടൻ്റെ സർബത്ത്. ഞങ്ങൾ ആ കടയുടെ അടുത്ത് അവിടെ വന്ന് നിന്നു. കാരണം ഒത്തിരി ആളുകൾ അവിടെ സർബത്ത് കുടിക്കാനായിട്ട് ഇരിക്കുക. സർബത്ത് മാത്രമേ അവിടെ ഉള്ളൂ. പലതരം സർബത്ത്. അത് എന്തൊക്കെയാണ്? സർബത്തുണ്ട് മാത്രം 15 രൂപ. മിൽക്ക് സർബത്ത് എല്ലാം 15, 25, 10 രൂപയൊക്കെ, വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ്. സോഡ സർബത്ത്, മസാല സോഡ സർബത്ത്, ലൈം സോഡ, മസാല സർബത്ത് എന്ന് വേണ്ട കുറേ അവിടെ എഴുതിയും വെച്ചേക്കുന്നു. ഏതായാലും ഞങ്ങൾ പറഞ്ഞു ഇതേതാണ്ട് ഒത്തിരി എന്തോ കാര്യമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഉണ്ട് അവിടെ ഭിത്തിയിലിങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നു. ഇംഗ്ലീഷ് പത്രത്തിലും മലയാളം പത്രത്തിലും ഭാസ്കരേട്ടൻ ഇങ്ങനെ നിന്ന് നാരങ്ങാ വെള്ളം എല്ലാവർക്കും കൊടുക്കുന്നതും എടുക്കുന്നതൊക്കെ ഇംഗ്ലീഷ് പത്രത്തിലും ഉണ്ട്, മലയാളം പത്രത്തിലും ഉണ്ട്, എല്ലാവർക്കും. അപ്പോൾ എന്തോ പുള്ളിക്കൊരു അംഗീകാരമൊക്കെ കിട്ടിയിട്ടുമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇടത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ നോക്കി. ഞങ്ങൾ 4 പേരും കൂടെ 4 ലൈം സോഡ വാങ്ങിച്ചു. അപ്പം പുള്ളി ആദ്യം തന്നെ നാരങ്ങ, പിന്നെ ആദ്യം ഒരു കുപ്പിക്കകത്തുനിന്ന് കുറേ സാധനം എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് ഞാൻ ചോദിച്ചു എന്നാന്ന്. അത് സർബത്താന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 നാരങ്ങ മുറിച്ച് ഒരു കഷ്ണം നാരങ്ങ ഒരു ഗ്ലാസ്സിലാക്കി. അങ്ങനെ 4 ഗ്ലാസ്സിലും നാരങ്ങ നല്ലപോലെ പിഴിഞ്ഞൊഴിച്ച്, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ സോഡ ഒഴിക്കുന്നു. പിന്നെ പെട്ടി തുറന്ന് നല്ല ഐസ് കട്ട അങ്ങോട്ട് എടുത്തിടുകയാണ്. അപ്പോൾ ദാഹിച്ച് കൊതിച്ച് വന്നപ്പോഴത്തേന് ഞാൻ ആദ്യം പോയി അങ്ങ് മേടിച്ചു. കുടിച്ചോ എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് സോഡ ഒഴിച്ച്, പിന്നെ ഒരു നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റായിരുന്നു. ചുമ്മാ അല്ല ആളുകളെല്ലാം അവിടെ വന്ന് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് കൊള്ളാവില്ല, ഈ ഭാസ്കരേട്ടൻ കൊള്ളാമല്ലോ. അപ്പം ഞാൻ വേറൊരാളോട് ചോദിച്ചു, ഭാസ്കരേട്ടൻ്റെ സർബത്ത് കണ്ടോ, സൂപ്പർ.